ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ ഹൃദയം തുറന്ന് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടെൻലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് മൂൺ കാർഡാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കാർഡ് നോക്കുമ്പോൾ അത് ഹെർമിറ്റ് കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം അകന്നു നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അവര് ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ സെപ്പറേഷനിൽ പോയി എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി ആ ഒരു സെപ്പറേഷനിൽ പോകുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഒരു ഇഷ്ടവും ഇല്ലാതെ അവർക്ക് തോന്നി. അങ്ങനെ നിങ്ങളെ ഹേറ്റ് ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ പോയ വ്യക്തികളുടെ എനർജി നമുക്ക് ഒത്തിരി കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ മറ്റു പലരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു സെപ്പറേഷനിൽ പോകേണ്ട വന്നവരെയും കാണുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് താൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസസ് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ പോയിട്ടുള്ള വ്യക്തികളും ഉണ്ടാകാം. ഇപ്പൊ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയാണ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് ഒരു ഇതിലേക്ക് വന്നു, ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങളിലേക്കൊക്കെ വന്നു എങ്കിൽ പോലും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പേഴ്സണെ മറക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വേണമെന്ന് തോന്നുന്നു. അപ്പൊ ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം അത്തരത്തിലുള്ള ചിന്തകളിലൂടെയാണ് ഇവരുടെ മനസ്സ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഞാൻ ശരിക്കും എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് അവരെ തന്നെ മനസ്സിലാക്കാനായിട്ടും അതിനൊരു ക്ലാരിറ്റി നേടാനായിട്ടും ശ്രമിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 2 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ആ ഹൃദയത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളാണല്ലോ. അപ്പൊ അവർക്കുള്ള ആ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ചിന്തകൾ ഇങ്ങനെ എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് ഇവര് അവസാനം ചെന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി തിരികെ കൊണ്ടുവരണം, റീസ്റ്റാർട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യത്തിലാണ് അവരുടെ ആ ഒരു ചിന്തകളുടെ അവസാനം ചെന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങളോട് ഇമോഷണലി വീണ്ടും ഒരു റീകണക്റ്റ് ആകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിനുള്ളിൽ നിങ്ങൾ അറിയണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. മൂന്നാമത്തെ നമുക്ക് വരുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ 3 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള വേദനയും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു റീഡിംഗ് ആണെങ്കിൽ എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് സെപ്പറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര നാളുകൾ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വേദനയും വിഷമങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു തരത്തിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വളരെയധികം ഹേർട്ടായി, പക്ഷെ ഞാനത് നിന്നിൽ നിന്നും മറച്ചു വെച്ചതാണ് എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയതിനു ശേഷമോ അല്ലെങ്കിൽ പോകുന്ന സമയത്തോ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഒക്കെയാണ്, ഇതിൽ നിന്ന് മാറിയാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്കൊരു ബേർഡൻ ആണ് എന്ന രീതിയിൽ വരെ അവർ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അവര് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ട്രോമ എനിക്ക് വിട്ടുമാറാൻ പറ്റിയിട്ടില്ല, ഞാൻ വളരെയധികം ഹേർട്ടാണ് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആ കാര്യങ്ങളൊക്കെ, എനിക്ക് വിഷമമുണ്ടായിരുന്നു നിങ്ങളുടെ വിട്ടിട്ട് പോകുന്നതിൽ, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് പോയത്. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വേദനയും വിഷമവും എനിക്കില്ല എന്ന് ഞാൻ ഇത്രയും നാളും അത് മറച്ചു വെച്ചിരുന്നതാണ് എന്നുള്ളൊരു കാര്യം അവർ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വരുന്ന ഒരു കാർഡ് എന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെ അവർ ഇമോഷണലി ഒരു സേഫ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളോട് കുറേ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു നല്ലൊരു പീസ്, ഒരു കാംനെസ് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കാര്യവും നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഒരു സേഫ് പേഴ്സൺ ആയിട്ട്, ഒരു കംഫർട്ട് സോണായിട്ട് നിങ്ങളെ അവർ കാണുന്നു. ആ ഒരു കാര്യം നിങ്ങളോട് ഇതുവരെ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിരുന്നു, ഇനിയും അതെനിക്ക് വേണം, ആ ഒരു രീതിയിൽ എനിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ പറയാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചിന്തകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പം അത് കമ്മ്യൂണിക്കേഷൻ നൽകാനുള്ള ഒരു കാർഡ്, കമ്മ്യൂണിക്കേഷൻ കിട്ടണം എന്നുള്ളൊരു സ്ട്രോങ് അർജ് അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാർഡാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാര്യങ്ങൾ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തീർക്കണം, പ്രശ്നങ്ങളൊക്കെ തീർത്തതിന് ശേഷം എല്ലാം ക്ലിയർ ആക്കി ഒന്ന് മുന്നോട്ടേക്ക് വരണം, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നൊരു ആഗ്രഹവും അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4 ഓഫ് പെൻഡക്കിൾസിന്റെ ഒരു കാർഡാണ്. അവരിപ്പോഴും ഒരു പിടിച്ചു നിൽക്കുന്നുണ്ട്. വളരെയധികം ഒരു ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അവരിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അത് ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും തുറന്ന് പുറത്തേക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ ആ ഒരു ഇതിൽ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മനസ്സിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു ഈഗോ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കും. എന്താണോ അവർ അത് ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതും കൂടി നിങ്ങളുടെ അടുത്ത് അവർ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് തുറന്ന് പറയണം, പക്ഷെ ഞാൻ വളരെയധികം പേടിക്കുന്നു, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു കാര്യം. അതായത് ഇവരുടെ കറണ്ട് സിറ്റുവേഷനും വിഷമങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളോട് പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഒരു പെട്ടെന്ന് വരുന്ന ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ദിവസം അവര് നേരിട്ട് നിങ്ങളുമായിട്ട് ആ ഒരു എന്തോ ഇവര് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതോടുകൂടി തന്നെ ഇവിടെ ആ ഒരു ട്രൂത്ത് റിവീൽ ആകുമ്പോൾ പല കാര്യങ്ങൾക്കും തീരുമാനമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒരു ദിവസം അത് അവർ നേരിട്ട് വന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ള സാധ്യതയാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് സോർഡ്സിന്റെ കാർഡ് കാണിച്ചു തരുന്നത്. പിന്നെ വരുന്നത് 5 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരു റിഗ്രറ്റ് തന്നെയാണ് 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ. അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ചില കാര്യങ്ങൾ ഞാൻ വേറെ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അതായത് പല പല കാര്യങ്ങൾ, പല പല സിറ്റുവേഷൻസ് ഒക്കെ വന്ന സമയത്ത് അത് അങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടി ഒരു മെച്യൂറായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് അത്തരം തെറ്റുകളൊക്കെ വന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു ഫോൾട്ടൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ വരുന്നത് ടെമ്പറൻസ് കാർഡാണ്. ഇവിടെ ഒരു ബാലൻസ്, ഹീലിംഗ്, ഇത് രണ്ടാണ് ഈ ഒരു ടെമ്പറൻസ് കാർഡ് കൊടുക്കുന്നത്. അവർ വളരെയധികം ബാലൻസും ഹീലിംഗും ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് അവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയതും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു പോയതുമായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു ഹീലിംഗ് ഉണ്ടാകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഹീലിംഗിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരാനായിട്ടും ഇവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബന്ധം ഒരു സ്ലോലി റിപ്പയർ ചെയ്യാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ചിന്തകളാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ്. ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഇവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് 9 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഇതിൽ അവര് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചാലും വീണ്ടും അവര് ഹേർട്ട് ആകുമോ എന്നൊരു പേടി അവർക്കുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇവരുടെ എനർജി ഇവര് ഗാർഡ് ചെയ്ത് നിർത്തുക, സംരക്ഷിച്ച് നിർത്തുന്നു. ഇവരുടെ എനർജി ആയിക്കോട്ടെ, ഇവരുടെ ഈഗോ, ഇൻസെക്യൂരിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഇവര് സംരക്ഷിച്ച് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവര് ഈ ഒരു പേടി കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷനിലൊക്കെ പോയതിനു ശേഷം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ആളുകളുണ്ടോ, ഇനി ഇവരെ ആവശ്യമില്ലേ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ ആ ഒരു സെയിം വാക്കുകളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവരോടും നിങ്ങൾ തിരിച്ചു പറയുമോ എന്ന് അവര് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓർക്കുന്നതുകൊണ്ടാണ് അത് വീണ്ടും ഹർട്ട് ആകുമോ, അല്ലെങ്കിൽ ഞാൻ ഇനിയും വേദനിക്കേണ്ടി വരുമോ എന്നൊരു
പേടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു പേഴ്സണെ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാൽ ആ ഒരു വിഷമങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ല, നല്ല രീതിയിൽ പോകാം എന്ന് കരുതി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി ഇനിയും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകുമോ എന്നോർത്ത് വേദനിക്കുന്നതും ആകാനുള്ള പേടിക്കുന്നതും ആകാനുള്ള ഒരു ചാൻസ് നമുക്കിവിടെ കാണാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവരുടെ എനർജി പുറത്തേക്ക് വിടാതെ അവരിങ്ങനെ മാറ്റി സംരക്ഷിച്ച് പിടിച്ചിരിക്കുന്ന പോലെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരു ഫ്രഷ് ഇമോഷണൽ ബിഗിനിങ് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ആഗ്രഹമാണ്. ആ ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ചാണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പുതിയ തുടക്കത്തില് എല്ലാം ഹീലായി നല്ല ബാലൻസോടുകൂടി ഒരു പുതിയ റീസ്റ്റാർട്ട് ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവർക്ക് കുറേയേറെ തെറ്റുകൾ പറ്റിപ്പോയി, അതിനെ ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. ഇതൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് ഓഫർ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇനി മുന്നോട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. അവർ വളരെ സീരിയസ് ആണ്. അതുപോലെ തന്നെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാം കുറച്ച് മറച്ചു വെച്ച്, അല്ലെങ്കിൽ ഇച്ചിരി ഈഗോയുടെ കൂടി നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോൺവെർസേഷൻ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. കിങ് ഓഫ് പെൻഡക്കിൾസ് ഒരു സ്റ്റെബിലിറ്റി ആയിട്ട്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. ഇതൊരു എന്തൊക്കെയോ ഒരു പേടികൾ, നിങ്ങളോട് പറയാൻ കഴിയാത്ത കുറേയേറെ പേടികൾ അവരുടെ മനസ്സിന് അകത്തുണ്ട് എന്നവരെ മനസ്സിലാകുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം അവർ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തന്നെ എല്ലാം ഒരു വ്യക്തമായിട്ട് ഒരു ധാരണയില്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, പക്ഷെ ഞാൻ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല എങ്കിലും കുറേയേറെ കാര്യങ്ങൾ അവർ പേടിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നിനും ഒരു വ്യക്തത നേടാനായിട്ട് ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജീസ് ആണ്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നല്ല രീതിയിലുള്ള ഒരു വേദന, വിഷമം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു കുറ്റബോധവും തോന്നുന്നുണ്ട്. പിന്നെ സെയിം ടൈമിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ആഗ്രഹവും ഇവർക്കുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കാനായിട്ട്, നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ കുറച്ച് പേടിയും ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ വൾണറബിലിറ്റി എന്നൊക്കെ പറയാം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ അവരവിടെ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഒരു കോൺവെർസേഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ എങ്ങനെ തുടങ്ങണമെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയില്ല എന്നതുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഫീലിങ്സുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ കഴിഞ്ഞുപോയ കാർഡുകളിലെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് 5 ഗൈഡൻസുകളാണ് നമുക്ക് കിട്ടുന്നത്. മെയിനായിട്ടും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു സ്പേസ് വേണം എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ഒരു കണക്ഷൻ അടച്ചു കളയുക ആ ഒരു രീതിയിലല്ല. ആ വ്യക്തി ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം വേദന അനുഭവിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്, ചിലപ്പോൾ നിങ്ങളുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും ആ ഒരു പേഴ്സണെ ഫോഴ്സ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു സ്പേസ് കീപ്പ് ചെയ്ത് നിൽക്കുക. പക്ഷെ അവരെ മൊത്തത്തിൽ ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുത്തി കളയുകയല്ല വേണ്ടത്. അവർക്ക് സ്പേസ് കൊടുക്കുക, അവരൊന്ന് കൂളാകാനായിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സോഫ്റ്റ് പ്രസൻസ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇനി കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക, അല്ലെങ്കിൽ സോഫ്റ്റ് പ്രസൻസ് നിലനിർത്തുക എന്നുള്ളതാണ്. സേഫ് ഓപ്പണിംഗ് സൃഷ്ടിക്കുക. അപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ടോക്സ് ഒക്കെ തുടങ്ങാനായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ടോക്സ് ഒക്കെ ഒരിക്കലും നടത്താതിരിക്കുക. ലൈറ്റായിട്ട് ന്യൂട്രലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയാവും. അവർക്ക് തോന്നണം ഇവിടെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന വളരെ സുരക്ഷിതത്വമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു കംഫർട്ട് ഫീൽ ചെയ്യണം നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. പിന്നെ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. അവർ ഇങ്ങനെ ചെയ്യുമായിരിക്കും, അവർ ഇങ്ങനെ പെരുമാറുമായിരിക്കും, അവർ മറ്റേ രീതിയിലായിരിക്കും അവർ എൻ്റെ അടുത്ത് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തല്ല, അപ്പോൾ അവരെനിക്ക് ഇന്ന പോലെയൊക്കെ ചെയ്തു തരണ്ടേ,
അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറുമ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെയല്ലേ പെരുമാറേണ്ടത്, ഈ ഒരു എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി, നെഗറ്റീവായിട്ടുള്ള എനർജികളെല്ലാം മാറിപ്പോവും. അതുപോലെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കുക, പിന്നെ പേഷ്യൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇമോഷണൽ റിയാക്ഷൻ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അവർ തുറന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കാറുണ്ടാകാം. അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഒരു ക്യാരക്ടർ. അതുകൊണ്ടായിരിക്കും നമുക്കിവിടെ ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നത്. ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ പറയുകയോ ഒന്നും ചെയ്യരുത്. ആദ്യം അവർ പറയുന്നത് കേൾക്കുക, അതിനുശേഷം പ്രതികരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് സ്വന്തം ഒരു എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് മുഴുവൻ ആ ഒരു ഫോക്കസ് അവരിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുത്. സെയിം ടൈമിൽ സെൽഫ് കെയറും പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ ഒരു പേഴ്സണിലേക്കോ ഈ റിലേഷൻഷിപ്പിലേക്കോ ഇനി കമ്മ്യൂണിക്കേഷൻ ഇന്ന് വരുമായിരിക്കും, അല്ലെങ്കിൽ ഇന്നത് അവർ പറഞ്ഞു, ഇനി നാളെ എന്ത് പറയും, അങ്ങനെ ഫുൾ ആൻഡ് ഫുള്ള് ഈ ഒരു നിങ്ങളുടെ എനർജി ഫോക്കസ് ഈ റിലേഷൻഷിപ്പിലേക്കോ ഈ പേഴ്സണിലേക്കോ കൊടുക്കാതിരിക്കുക. നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളെ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഗ്രോത്ത് സൃഷ്ടിക്കുകയും നിങ്ങളൊരു നല്ല എനർജിയിലേക്ക് വരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇത് ഒരു കോൺവെർസേഷൻ സ്മൂത്തറാക്കും എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ടുമുള്ള ഒരു അഡ്വൈസ് എന്താ വെച്ചാൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് ഈ ഒരു പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യരുത്, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലൗ ചെയ്യൂ എന്നുള്ളതാണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നോക്കുമ്പോൾ കാണാനായിട്ട് വരുന്നത്. അപ്പം ഒരിക്കലും ഈ ഒരു പേഴ്സണിന്റെ പുറകെ നിങ്ങൾ ചേസ് ചെയ്ത് പോകരുത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്ത് വരട്ടെ, അല്ലെങ്കിൽ അവരെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു കംഫോർട്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഓക്കെയാണ് ഞാൻ എന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ, കാരണം ഇത്രയും ഒരു സെപ്പറേഷൻ ശേഷം വന്നു കഴിയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഹെവി ടോക്കിലേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. ലൈറ്റായിട്ടുള്ള ഒരു സംസാരത്തിലേക്ക് പോവുക. പിന്നെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു കൺട്രോളിങ് മെൻറ്റാലിറ്റി ഒന്ന് കുറച്ചുകൊണ്ട് അവർക്കൊരു സ്പേസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭാഷണമോ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കുക. അപ്പോൾ അതാണ് അവരെ ഒരു സ്പേസ് കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറിയൊരു രീതിയിലാണെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു നോർമൽ കോൺവെർസേഷൻ വരും. അത് അങ്ങനെ ഒരു നോർമൽ കോൺവെർസേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് വളരെ ഫീലിങ്സോട് കൂടി ആ ഒരു രീതിയിലുള്ള കോൺവെർസേഷൻസ് ഒഴിവാക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്ന രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു ടോപ്പിക്ക്, അത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒത്തിരി ഡീപ്പായിട്ട്, അതായത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാണ്, വീണ്ടും ഒരു കോൺവെർസേഷൻ നിങ്ങളിലേക്ക് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ഡീപ്പായിട്ടുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഒരു 3 സെന്റൻസിലോ 2 സെന്റൻസിലോ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ ഒരു കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് നമ്മൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം, ഓക്കെ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന സമയത്ത്, ഈ ഒരു റീസ്റ്റാർട്ടിന്റെ സമയത്ത് അങ്ങനെ ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് കുറേയേറെ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്, ഓക്കെ. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്തേക്കാം. പ്ലീസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്, ഓക്കെ. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടുഡേ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു പോസിബിലിറ്റി ആണത്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ക്ഷമയുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 39, ലെറ്റർ എസ്. ടുഡേ, വീണ്ടും നമുക്ക് ടുഡേ കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത്. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എബ്രോഡുള്ള ആളുകളാണുള്ള ചാൻസ് ഉണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ചാൻസ് ഉണ്ട്. ടെക്ക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടെക്ക് പരമായ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം.
ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് കിട്ടുന്നത്. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാണ് ചാൻസ് ഉണ്ട്. 1986 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ചെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33 കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ, ലെറ്റർ കെ. 1983 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. വയനാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1999 കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ. ഓക്കെ, അതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഒരു ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറക്കാതെ ആ ഒരു ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.